പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഭൂട്ടാൻ പട്ടാളം ഉപേക്ഷിച്ച വാഹനങ്ങൾ ഇറക്കുമതി തീരുവ അടയ്ക്കാതെ കടത്തിക്കൊണ്ടുവന്ന കേസിൽ DRI അന്വേഷണം സിനിമാ മേഖലയിലേക്ക് കൂടി പോവുകയാണ്. കേരളത്തിൽ വിൽപ്പന നടത്തിയ വാഹനങ്ങളിൽ 3 വാങ്ങിയിരിക്കുന്നത് സിനിമയിലെ ഉന്നതരാണെന്നാണ് കണ്ടെത്തൽ. 2 നടന്മാരും 1 സംവിധായകനും വാഹനം വാങ്ങിയിട്ടുണ്ടെന്നാണ് വിവരം. സഹിൻ ആന്റണി നൽകും കൂടുതൽ വിവരങ്ങൾ. സഹിൻ, ഗുഡ് മോർണിംഗ്. ഇപ്പോ ഈ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണം സിനിമാ മേഖലയിലേക്ക് കൂടി വ്യാപിക്കുമ്പോൾ ആരെങ്കിലും ഒക്കെ സംശയ പരിധിയിലുണ്ടോ? ഇതിപ്പോ ഈ കടത്തിക്കൊണ്ടുവന്ന വാഹനം, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ഉദ്യോഗസ്ഥർക്ക്, ഏതെങ്കിലുമൊക്കെ ഉദ്യോഗസ്ഥർക്കും ഒക്കെ ഇതിൽ പങ്ക് കാണില്ലേ? എന്താണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പോലീസ് പറയുന്ന കാര്യങ്ങൾ? സഹിൻ, ഗുഡ് മോർണിംഗ്. സേതു, അതായത് ഈ റോയൽ ഭൂട്ടാൻ ആർമി അവർ കൂട്ടമായാണ് ഒരു വാഹനം വിൽപ്പന നടത്തിയത്, ഈ വാഹനങ്ങൾ വിൽപ്പന നടത്തിയത്. അതായത് 5 ലക്ഷം രൂപയിൽ താഴെ മാത്രമായിരുന്നു ഈ വാഹനങ്ങളുടെ വില ഉണ്ടായിരുന്നതും. നമ്മുടെ ഇവിടുത്തെ വലിയ വലിയ വാഹനങ്ങൾ, പ്രത്യേകിച്ചും ഈ നിസാൻ പോലെയുള്ള കമ്പനികളുടെ വാഹനങ്ങളൊക്കെയാണ് ഇങ്ങോട്ടേക്ക് എത്തിയിരിക്കുന്നത്. ഈ വാഹനങ്ങൾ ടൊയോട്ട അങ്ങനെയുള്ള കമ്പനികളുടെ വാഹനങ്ങളൊക്കെയാണ് ഇങ്ങോട്ട് എത്തിയിരിക്കുന്നത്. ഈ വാഹനങ്ങളിലെല്ലാം തന്നെ അവിടുന്ന് 5 ലക്ഷം രൂപയ്ക്കാണ് വാങ്ങിയതെങ്കിൽ ഇത് ഹിമാചൽ പ്രദേശിൽ എത്തിച്ച് റീ രജിസ്ട്രേഷൻ നടത്തി കേരളത്തിലേക്ക് കൊണ്ടുവരുന്ന നടപടിയായിരുന്നു സ്വീകരിച്ചതും. 40 ലക്ഷം രൂപയ്ക്ക് വരെ ഈ വാഹനം വിറ്റിട്ടുണ്ട്. ഇറക്കുമതി തീരുവ പൂർണ്ണമായിട്ടും ഇല്ലാതെയാക്കി ഒരു കള്ളക്കടത്തിലൂടെയാണ് ഈ വാഹനങ്ങൾ എത്തിയിരിക്കുന്നത് എന്ന് DRIക്കും ഒപ്പം തന്നെ കസ്റ്റംസിനും കൂടാതെ ഇപ്പോൾ മോട്ടോർ വാഹന വകുപ്പിനും മനസ്സിലായിട്ടുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ അന്വേഷണം ആരംഭിച്ചിരിക്കുന്നതും. എന്തായാലും കേരളത്തിൽ നിന്ന് സിനിമാ മേഖലയിലുള്ള 3 പേർ ഈ വാഹനങ്ങൾ വാങ്ങിയിട്ടുണ്ട്. 2 നടന്മാരും 1 സംവിധായകനുമാണ് ഈ വാഹനം വാങ്ങിയിരിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. പക്ഷേ അവർ പറയുന്നത് ഇത് ഇത്തരത്തിൽ റീ രജിസ്ട്രേഷൻ ഹിമാചൽ പ്രദേശിൽ എത്തിച്ചത് ഭൂട്ടാൻ പട്ടാളത്തിൻ്റെ വാഹനമായിരുന്നെന്ന് അറിഞ്ഞിരുന്നില്ല. മാത്രമല്ല, ഇറക്കുമതി തീരുവ അടക്കാത്ത വാഹനമാണെന്ന് തങ്ങൾക്ക് അറിയില്ല എന്നുള്ള മറുപടിയാണ് ഇവർ നൽകിയിരിക്കുന്നതും. ഇവരിൽ നിന്നും കൃത്യമായി മൊഴിയൊക്കെ അന്വേഷണ ഉദ്യോഗസ്ഥർ എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. 100-ലധികം വാഹനങ്ങൾ രാജ്യത്താകമാനം വിറ്റുപോയിട്ടുണ്ട്. കേരളത്തിലും ഇത് വിൽപ്പന നടത്തിയിട്ടുണ്ട്. ചില സർക്കാർ ഉദ്യോഗസ്ഥരും കൂടാതെ തമിഴ്നാട്ടിൽ പോലീസ് ഉദ്യോഗസ്ഥരും ഈ വാഹനം വാങ്ങി. ശരി, അങ്ങനെ ഭൂട്ടാൻ പട്ടാളം ഉപേക്ഷിച്ച വാഹനങ്ങൾ ഇറക്കുമതി തീരുവ അടയ്ക്കാതെ കടത്തിക്കൊണ്ടുവന്ന കേസിൽ അന്വേഷണം ഇപ്പോൾ സിനിമാ മേഖലയിലേക്ക് കൂടി വ്യാപിക്കുകയാണ്.